Merits of sole proprietorship. Following are the various merits of sole proprietorship. 1. Quick decision making. 2. Confidentiality of information. 3. Direct incentive. 4. Sense of accomplishment. 5. Ease of formation and closure. താഴെ പറയുന്നവയാണ് ഏകവ്യക്തി ബിസിനസ്സിൻ്റെ നേട്ടങ്ങൾ. 1. പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയും. 2. വിവരങ്ങളുടെ രഹസ്യം. 3. നേരിട്ടുള്ള പ്രോത്സാഹനം. 4. നേട്ടബോധം. 5. എളുപ്പത്തിലുള്ള രൂപീകരണവും അടച്ചുപൂട്ടലും. One. Quick decision making. Sole proprietor has more freedom to take decision relating to his business. This is because he or she is the only owner of the business and no need to consult with others. 1. പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയും. ഏകവ്യക്തി ബിസിനസ്സിൻ്റെ ഉടമയ്ക്ക് സ്വന്തം ബിസിനസ്സുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. കാരണം ബിസിനസ്സിൻ്റെ ഒരേ ഒരു ഉടമ അവൻ അല്ലെങ്കിൽ അവൾ മാത്രമാണ്. മറ്റുള്ളവരുമായി കൂടി ആലോചിക്കേണ്ട ആവശ്യമില്ല. Two. Confidentiality of information. We know that sole proprietor is the only one authority to take decision about his business. So the business information relating to its operation will be confidential. Also can maintain secrecy. As per law, no need to publish account of business by the owner. 2. വിവരങ്ങളുടെ രഹസ്യം. നമുക്കറിയാം, ഏകവ്യക്തി ബിസിനസ്സിൻ്റെ ഉടമയ്ക്ക് തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അവൻ അല്ലെങ്കിൽ അവൾക്ക് മാത്രമാണുള്ളത്. അതിനാൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയും. നിയമപരമായി ഉടമ ബിസിനസ്സിൻ്റെ അക്കൗണ്ടുകൾ പ്രസിദ്ധീകരിക്കേണ്ടതില്ല. Three. Direct incentive. In sole proprietorship business, sole proprietor is the only owner. So, he or she is the sole recipient of all the profits and no need to share with others. This motivates him or her to work hard to get a maximum return. 3. നേരിട്ടുള്ള പ്രോത്സാഹനം. ഏകവ്യക്തി ബിസിനസ്സിൽ സോൾ പ്രൊപ്രൈറ്റർ മാത്രമാണ് അതിൻ്റെ ഉടമ. അതിനാൽ എല്ലാ ലാഭവും അവന് അല്ലെങ്കിൽ അവൾക്ക് മാത്രമുള്ളതാണ്. മറ്റുള്ളവരുമായി പങ്കിടേണ്ട ആവശ്യമില്ല. ഇത് അവനെ അല്ലെങ്കിൽ അവളെ കഠിനാധ്വാനം ചെയ്ത് പരമാവധി വരുമാനം നേടാൻ പ്രേരിപ്പിക്കുന്നു. Four. Sense of accomplishment. Success of any work gives personal satisfaction. If the owner of sole proprietorship realizes that he is responsible for the success of the business, he will be in a position of self-satisfaction. This makes him a sense of accomplishment and confidence in his ability. 4. നേട്ടബോധം. ഏതൊരു ജോലിയുടെയും വിജയം വ്യക്തിപരമായ സംതൃപ്തി നൽകുന്നു. ഏകവ്യക്തി ബിസിനസ്സിൻ്റെ ഉടമ തൻ്റെ ബിസിനസ്സിൻ്റെ വിജയത്തിന് ഉത്തരവാദി താനാണെന്ന് തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തിന് സംതൃപ്തി ലഭിക്കുന്നു. ഇത് അവൻ്റെ നേട്ടമായി കണക്കാക്കുന്നു. കൂടാതെ അവൻ്റെ കഴിവിൽ ആത്മവിശ്വാസം ഉണ്ടാകുകയും ചെയ്യുന്നു.
Fifth one, ease of formation and closure. In India, still no special law which governs sole proprietorship. No strict legal formalities are required to start such a business, but for doing some business required license from the concerned authorities. It is also very easy to close the business. Thus we can say formation and closure of sole proprietorship is very easy. 5. എളുപ്പത്തിലുള്ള രൂപീകരണവും അടച്ചുപൂട്ടലും. ഇന്ത്യയിൽ ഇപ്പോഴും ഏകവ്യക്തി ബിസിനസ്സിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളില്ല. ഇത്തരം ബിസിനസ് ആരംഭിക്കുന്നതിന് കർശനമായ നിയമ നടപടികൾ ആവശ്യമില്ല. എന്നാൽ ചില ബിസിനസ് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലൈസൻസ് ലഭിക്കേണ്ടതുണ്ട്. ബിസിനസ് നിർത്തുന്ന നടപടികളും വളരെ എളുപ്പമാണ്. അതിനാൽ നമുക്ക് പറയാൻ കഴിയും, ഏകവ്യക്തി ബിസിനസ്സിൻ്റെ രൂപീകരണവും അടച്ചുപൂട്ടലും വളരെ എളുപ്പമാണെന്ന്. Demerits or limitations of sole proprietorship. Following are the various limitations or demerits of sole proprietorship. 1. Limited resources. 2. Lack of continuity. 3. Unlimited liability. 4. Limited managerial ability. താഴെ പറയുന്നവയാണ് ഏകവ്യക്തി ബിസിനസ്സിൻ്റെ കുറവുകൾ. 1. പരിമിതമായ ഉറവിടങ്ങൾ. 2. തുടർച്ചയില്ലായ്മ. 3. പരിധിയില്ലാത്ത ബാധ്യത. 4. പരിമിതമായ ഭരണശേഷി. One, limited resources. Personal savings and borrowings from others are the only financial resources of sole proprietorship. Bank or other lending institutions not providing long-term loans to them. So, they are lacking resources to do big businesses. They only rarely grows or remains in same size. 1. പരിമിതമായ ഉറവിടങ്ങൾ. വ്യക്തിഗത സമ്പാദ്യവും മറ്റുള്ളവരിൽ നിന്ന് വായ്പ എടുത്തതുമാണ് ഏകവ്യക്തി ബിസിനസ്സിൻ്റെ സാമ്പത്തിക ഉറവിടങ്ങൾ. ബാങ്കുകളോ മറ്റ് വായ്പ നൽകുന്ന സ്ഥാപനങ്ങളോ അവർക്ക് ദീർഘകാല വായ്പ നൽകുകയില്ല. അതിനാൽ വലിയ ബിസിനസ് ചെയ്യാൻ ആവശ്യമായ സാമ്പത്തിക ഉറവിടങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല. ഇത്തരം ബിസിനസ്സുകൾ വളരെ അപൂർവമായി മാത്രമേ വളരുകയുള്ളൂ, അല്ലെങ്കിൽ ചെറിയ വലുപ്പത്തിൽ നിലനിൽക്കുന്നു. Second one, lack of continuity. We know that there is only one person who managed and controlled the business. So, his or her death, insanity, imprisonment, bankruptcy will have a direct effect on business and controlling. It may even bring the business to an end. 2. തുടർച്ചയില്ലായ്മ. നമ്മൾക്കറിയാം, ഏകവ്യക്തി ബിസിനസ്സിൽ ഒരേ ഒരു വ്യക്തി മാത്രമാണ് ആ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നതും മാനേജ് ചെയ്യുന്നതും. അതിനാൽ ഉടമയുടെ മരണം, ഭ്രാന്ത്, ജയിൽ ശിക്ഷ, പാപ്പരത്വം തുടങ്ങിയവ ബിസിനസ്സിനെയും അതിൻ്റെ തുടർച്ചയെയും നേരിട്ട് ബാധിക്കും. അത് ബിസിനസ്സിൻ്റെ അടച്ചുപൂട്ടലിലേക്ക് നയിച്ചേക്കാം. Third one, unlimited liability. Liability of sole proprietor is unlimited.
This means owner is personally responsible for the payment of the debts of the business if the assets of the business is not sufficient. In this situation, he or she has to use his or her personal assets to pay the debts of the business. 3. പരിധിയില്ലാത്ത ബാധ്യത. പരിധിയില്ലാത്ത ബാധ്യതയാണ് ഏകവ്യക്തി ബിസിനസ്സിൻ്റെ ഉടമയ്ക്ക് ഉള്ളത്. ഇതിൻ്റെ അർത്ഥം ബിസിനസ്സിൻ്റെ കടങ്ങൾ അടയ്ക്കുന്നതിന് ബിസിനസ്സിൻ്റെ ആസ്തികൾ പര്യാപ്തമല്ലെങ്കിൽ ഉടമ വ്യക്തിപരമായി ഉത്തരവാദിയാണ് എന്നാണ്. ഈ സാഹചര്യത്തിൽ ബിസിനസ്സിൻ്റെ കടങ്ങൾ അടയ്ക്കുന്നതിന് തൻ്റെ സ്വകാര്യ സ്വത്തുക്കൾ ഉപയോഗിക്കേണ്ടി വരുന്നു. Fourth one, limited managerial ability. The ability of sole traders to manage the business is limited. Generally, they may not talented to manage various business activities. Whatever they do may not be balanced, but due to limited resources, they can't appoint talented people to do so. Moreover, when the business grows beyond a certain size, its management will be a difficult task to them. 4. പരിമിതമായ ഭരണശേഷി. ബിസിനസ് മാനേജ് ചെയ്യാനുള്ള ഏകവ്യക്തി ബിസിനസ്സിൻ്റെ ഉടമയുടെ കഴിവ് പരിമിതമാണ്. പൊതുവെ അവർ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യാനുള്ള കഴിവുള്ളവരായിരിക്കണമെന്നില്ല. അവർ എടുക്കുന്ന തീരുമാനങ്ങൾ സന്തുലിതമാകണമെന്നുമില്ല. പരിമിതമായ വിഭവങ്ങൾ കാരണം അവർക്ക് കഴിവുള്ള വ്യക്തികളെ അത്തരം ജോലികൾ ചെയ്യുവാൻ നിയമിക്കാനും കഴിയുന്നില്ല. ബിസിനസ് ഒരു പരിധിക്കപ്പുറം വളരുമ്പോൾ അതിൻ്റെ നടത്തിപ്പ് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായി തീരുന്നു.